എൻ്റെ പേര് ഷീല വിജയൻ. എൻ്റെ ഭർത്താവിന് 2022 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഭർത്താവിന് മൂക്കിൽ ക്യാൻസർ വന്നിട്ട് അതിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്ത് ഫോളോ അപ്പിനുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ മൂക്കിൽ ഒരു പോളിപ്പ് വന്നു. പോളിപ്പ് എന്ന് പറഞ്ഞത് ഒരു കുരു പോലെയാണ്. പക്ഷെ അതുമേൽ അറിയാതെ നമ്മുടെ കൈ എന്തെങ്കിലും മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അങ്ങനെ ഓപ്പറേഷൻ്റെ ഡേറ്റ് എടുത്ത്, പക്ഷെ അതിനു മുൻപ് തന്നെ ഓപ്പറേഷന് പോകാതെ അമ്മ മാതാവിൻ്റെ തൈലം പുരട്ടി എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഭർത്താവും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് അതിനെ തുടർന്ന് എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ആ പോളിപ്പ് അവിടെ നിന്ന് പൂർണ്ണമായിട്ടും ഈശോ സുഖപ്പെടുത്തി തന്ന് ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, എനിക്ക് കൊറോണ വന്നതിന് ശേഷം ഹാർട്ടിന് അസുഖം പിടിച്ച് 1 വർഷത്തോളം ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. 7 ക്യാപ്സ്യൂൾ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് ഹാർട്ടിൻ്റെ അസുഖം എനിക്ക് സുഖപ്പെട്ട് ഡോക്ടർ ECGയും എക്കോയും TMT എല്ലാം ചെയ്തപ്പോൾ പൂർണ്ണമായിട്ട് മാറിയെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ യാതൊരു മെഡിസിൻ എടുക്കണില്ല. അതുപോലെ എൻ്റെ 2 കാലിനും മുട്ടിന് താഴോട്ട് മസിലെല്ലാം വീക്കായി പോണേരുന്നു. അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഡോക്ടറിനെ കാണിച്ച് പിന്നെ അതിന് കുറയാണ്ടായി ഭയങ്കര വേദനയും നടക്കാൻ പറ്റാണ്ട് ഭിത്തിയിലെല്ലാം പിടിച്ചാണ് നടന്നുകൊണ്ടിരുന്നത് വെച്ചത്. പിന്നെ അമ്മേനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് തൈലെല്ലാം പുരട്ടുമായിരുന്നു. അതിനെ തുടർന്ന് എൻ്റെ 2 കാലിനും മസിലെല്ലാം വന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തി. പിന്നെ ആ സമയത്ത് ഒരു കാരണമില്ലാണ്ട് ആ വൈദ്യർ എൻ്റെ BP ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 200 110 ആയിരുന്നു. അപ്പോൾ എൻ്റെ മോനോട് പറഞ്ഞ് കാലൊക്കെ നമുക്ക് പിന്നെ ശരിയാക്കാൻ വേഗം നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടർ നോക്കിയപ്പോഴാണ് 200 110. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്കിത് ശരിക്കും സ്ട്രോക്ക് വരേണ്ടതാണ്, നിങ്ങളുടെ മനസാന്നിധ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈശോയാണ് എന്നെ സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാത്തിനും ഈശോ എൻ്റെ കുടുംബത്തോടും എന്നോടും എൻ്റെ ഭർത്താവിനോടും എൻ്റെ മക്കളോടും കാണിച്ച എല്ലാ കാരണത്തിനും നന്ദി. എൻ്റെ കുടുംബത്തിന് ഞാൻ ആവശ്യപ്പെടാണ്ട് തന്നെയും ഈശോ പോലെ അനുഗ്രഹങ്ങൾ ചെയ്തു തരാറുണ്ട്. ഈശോയ്ക്ക് അമ്മയ്ക്കും കോടാനുകോടി നന്ദി. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റുന്ന പോലെ ചെയ്യും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമല്ല, കാരുണ്യപ്രവൃത്തി. പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് കൃപാസനം പേപ്പർ ഞാൻ എറണാകുളം ജനറൽ ആശുപത്രി കൊണ്ടു കൊടുക്കും. പിന്നെ പള്ളികളിലൊക്കെ കൊണ്ടു കൊടുക്കും. ഒരു പ്രാവശ്യം ഞാൻ പേപ്പറും കൊണ്ട് പോയപ്പോൾ ഹോസ്പിറ്റലിൽ അവർ ഞങ്ങൾക്ക് കിട്ടിയെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്ന് അങ്ങനെ ഞാൻ മാറി നിന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മുമ്പിൽ നിൽക്കണേ, ഞാൻ പുറകിൽ നിൽക്കുക, എന്നെ കണ്ടിട്ടാണ് ആളുകൾ വേണ്ടാന്ന് പറഞ്ഞതെന്ന്. ഉടനെ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു സ്വരം കേട്ട് നിൻ്റെ ഭർത്താവിൻ്റെ ക്യാൻസർ മാറ്റിയത് ഈശോയാണെന്ന് നീ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ കാര്യം ആളുകളോട് പറയലും വേണ്ടാന്ന് പറഞ്ഞ് പോയവർ പോലും തിരിച്ചു വന്നിട്ട് ഒരു ലേഡി 3 പേപ്പർ എനിക്ക് വേണം എൻ്റെ അയൽവാസികൾ കൊണ്ട് കൊടുക്കാനാണെന്ന് പറഞ്ഞ് അവർ മേടിച്ചുകൊണ്ടുപോയി. ഇപ്പം ഞാൻ എവിടെ ഈ പേപ്പർ കൊടുക്കുമ്പോൾ ഞാൻ ആദ്യം പറയും എൻ്റെ ഭർത്താവിനെ അമ്മ വഴി ഈശോ സുഖപ്പെടുത്തിയതാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ മാതാവിൻ്റെ പേപ്പർ കൊടുത്ത് തീർക്കാൻ പറ്റാറുണ്ട്. പിന്നെ എനിക്ക് ഞാൻ എല്ലാ ദിവസവും കുർബാനക്ക് പോകും, പിന്നെ ബൈബിൾ വായിക്കും. പ്രാർത്ഥന എൻ്റെ പഴയതിനേക്കാളും കുറേ പ്രാർത്ഥനാ ജീവിതം കൂടിയിട്ടുണ്ട്. എല്ലാത്തിനും ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. മരണം വരെ വിശുദ്ധിയോടെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് സാധിച്ചിരുന്ന് ഞാൻ വിശ്വസിക്കണം.